So in the previous classes we have discussed different IO accessing methods, and one simplest method is poly method. Then we have discussed IO accessing or interrupt driven IO. Then another method is direct memory access. So in today's class we will discuss direct memory access or DMA. So what is direct memory access and how direct memory access can be implemented? So direct memory access transfer large blocks of data at high speed without continuous intervention by the processor, and a special control unit may be provided between an external device and the main memory, that is the DMA controller. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് മെമ്മറി ആക്സസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് പറയുന്നതിന് മുമ്പ് ഞാൻ മുമ്പത്തെ എന്താ പറയുക പോളിങ്ങും ഇൻറ്ററപ്റ്റ് റിവണും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ ഒരു ഡയഗ്രാം മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്തതാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ സാൽവിൻ? കാണുന്നുണ്ട് സർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പോളിങ്ങിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞിരുന്നത് നോക്കാം. എന്തായിരുന്നു നമ്മൾ പോളിംഗ് എന്നുള്ളത് ഉദ്ദേശിച്ചിരുന്നത്? പോളിംഗ് എന്നുള്ള കേസ്, പോളിങ്ങിൻ്റെ കേസിൽ എന്താ ചെയ്തിരുന്നത്? പ്രോസസ്സർ വിൽ കണ്ടിന്യൂസ്ലി ചെക്ക് IO ഡിവൈസസ്, കീബോർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്താണെങ്കിലും കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യും വെദർ ദാറ്റ് ഡിവൈസ് ഈസ് റെഡി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡിവൈസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കീബോർഡിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. വെനെവർ ഡാറ്റ ഈസ് റെഡി ദാറ്റ് ഡാറ്റ വിൽ ബി റീഡ്. അപ്പോൾ ആ ഒരു കേസിൽ പ്രോസസ്സർ കനോട്ട് ഡു എനിത്തിങ് ഡ്യൂറിങ് ദാറ്റ്. ചിലപ്പോൾ എന്തായിരിക്കും, ഡിവൈസ് റെഡി ആവണമെന്നില്ല. അപ്പോൾ അത്രയും സമയം പ്രോസസ്സർ വെറുതെ ഇങ്ങനെ ഐഡിലായിട്ട് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IO എന്നുള്ളൊരു കേസ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IOൻ്റെ കേസിൽ എന്തായിരുന്നു? ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IOയുടെ കേസിൽ എങ്ങനെ ചെയ്തിരുന്നത്? ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IO അപ്പോൾ ഇവിടെ പ്രോസസ്സർ ഇങ്ങനെ എല്ലാ ഡിവൈസും അങ്ങോട്ട് പോയി ചെക്ക് ചെയ്യുന്നതിന് പകരം വെനെവർ ദർ ഈസ് സംതിങ് ടു എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പ്രോസസ്സർ, then that device will send an interrupt request to the processor. ഒരു എന്ത് ചെയ്യും? INTR ലൈൻ വഴി ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഉടനെ പ്രോസസ്സർ എന്ത് ചെയ്യും? അതിൻ്റെ കറസ്പോണ്ടിങ് ISR ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് വിൽ മാനേജ് ദി ഡാറ്റ ട്രാൻസ്ഫർ അല്ലേ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ മെയിൻലി എന്തായിരിക്കും, ഇപ്പോൾ കീബോർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ് എന്നാന്ന് വിചാരിക്കുക. അപ്പോൾ ഡാറ്റ നമ്മൾ റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സർ എന്താ ചെയ്യുന്നത് സത്യത്തിൽ? ഇപ്പോൾ കീബോർഡിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ആക്ച്വലി സംഭവിക്കുന്നത് ഇവിടെ ഒരു മെമ്മറിയും കൂടി ഉണ്ടായിരിക്കും അല്ലേ? മെമ്മറി, അസ്യൂം ദാറ്റ് ദിസ് ഈസ് അവർ മെമ്മറി. ദിസ് മെമ്മറി ഈസ് ആൾസോ കണക്റ്റഡ് വിത്ത് അവർ IO ബസ്. ഓക്കെ, മെമ്മറി എന്താണ്? ഈ IO ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സോറി, ദിസ് ബസ്, ഈ ബസ് ഇതാണ് നമ്മുടെ ബസ് എന്ന് പറയുന്നത്, തമ്മിൽ കണക്ട് ചെയ്യുന്ന ബസ്. അപ്പോൾ ദിസ് ഈസ് അവർ മെമ്മറി. അപ്പോൾ നമുക്ക് INTRൻ്റെ കേസിലാണ്, പോളിൻ്റെ കേസിലാണെങ്കിലൊക്കെ എന്താണ്, ഡാറ്റ ഇവിടുന്ന് ഇത് റെഡിയാണെങ്കിൽ, ഡിവൈസ് റെഡിയാണെങ്കിൽ ഡാറ്റ എന്ത് ചെയ്യും? റീഡ് ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റീഡ് കേസാണ്, ഇൻപുട്ട് ഡിവൈസിൻ്റെ കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ മെമ്മറിക്കകത്ത് എന്ത് ചെയ്യാണ്? നമ്മൾ ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ ഇവിടുന്ന് കീബോർഡിൽ നിന്നൊക്കെ റീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? കീബോർഡ് റെഡിയാന്ന് നോക്കും. റെഡിയാണെങ്കിൽ എന്ത് ചെയ്യും? വിൽ മൂവ് ദാറ്റ് ഡാറ്റ ഇൻ ടു മെമ്മറി. അപ്പോൾ അതിനൊരു പ്രോസസ്സർ എന്ത് ചെയ്യണം? ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ വിൽ റീഡ് ഡാറ്റ ഫ്രം ദിസ് ടു സം രജിസ്റ്റർ പ്രസൻറ്റ് വിത്തിൻ ദി, അപ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്ററിനകത്തോട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു R0. പ്രോസസ്സർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡാറ്റ എടുത്തിട്ട് ഡാറ്റ ഇന്നിൽ നിന്ന് ഡാറ്റ എന്ത് ചെയ്യും? ഇങ്ങോട്ട് റീഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും?
അതെടുത്തിട്ട് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ബൈറ്റ് അങ്ങനെ എടുത്തു. അടുത്ത ഡാറ്റ എന്ത് ചെയ്യും? ഡിവൈസ് റെഡിയാണെന്ന് ചെക്ക് ചെയ്യും, അടുത്ത ഡാറ്റ എടുക്കും, ഇങ്ങോട്ട് റൈറ്റ് ചെയ്യും, അടുത്ത ഡാറ്റ എടുത്ത് റൈറ്റ് ചെയ്യും. അങ്ങനെ പോളിങ്ങിൻ്റെ കേസിലാണെങ്കിലും ഇൻട്രപ്റ്റ് റിവൺ IOയുടെ കേസിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇൻട്രപ്റ്റ് റിവൺ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നില്ല, ഡിവൈസ് റെഡി ആവുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യും? പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ പോലും എന്ത് ചെയ്യണം? പ്രോസസ്സറിന് എന്ത് ചെയ്യണം? ഓരോ ഡാറ്റ ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തെടുത്തിട്ട് പ്രോസസ്സറിൻ്റെ രജിസ്റ്ററിനകത്തോട്ട് റീഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? മെമ്മറിക്കകത്തോട്ട് കോപ്പി ചെയ്യും. ഓക്കെ, അടുത്ത ഡാറ്റ എടുക്കും, പ്രോസസ്സറിൻ്റെ രജിസ്റ്ററിനകത്തോട്ട് കൊണ്ടുവരും, മെമ്മറിയിലോട്ട് കൊടുക്കും. അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രോസസ്സർ വിൽ പെർഫോം എ റീഡ് ഫ്രം IO ആൻഡ് റൈറ്റ് ടു മെമ്മറി. അങ്ങനെയാണ് ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. ഡാറ്റ എടുത്തിട്ട് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പിന്നെ അത് യൂസ് ചെയ്യാം. ഇനി തിരിച്ച് എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഡിവൈസിലോട്ടാണെങ്കിൽ വേറൊരു എടുക്കാം. ഔട്ട്പുട്ട് ഡിവൈസിലോട്ടാണെങ്കിൽ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും? പ്രോസസ്സർ രജിസ്റ്ററിലോട്ട് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി റൈറ്റ് ഇൻ ടു ഡാറ്റ ഔട്ട്. അപ്പം ഓരോ ബൈറ്റ് ആയിട്ട് എടുക്കും, അത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യണം? ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ IO ഡിവൈസിൽ നിന്ന് മെമ്മറിയിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഒരു IO ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാനോ എന്ത് ചെയ്യണം? ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ടൊക്കെ പ്രോസസ്സർ അതിൽ ഇൻവോൾവ്ഡ് ആണ്. പ്രോസസ്സർ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് എടുത്തിട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ അവിടേക്ക് എന്താണ്? ദർ മസ്റ്റ് ബി കണ്ടിന്യൂസ് ഇൻ്റർവെൻഷൻ ഓർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി പ്രോസസ്സർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോളിംഗ് ആണെങ്കിലും ഇൻട്രപ്റ്റ് റിവൺ IO ആണെങ്കിൻ്റെ കേസിലൊക്കെ. അപ്പോൾ ഇൻട്രപ്റ്റ് റിവൺ IOൻ്റെ കേസിലാണെങ്കിൽ ഒരു ISR ഉണ്ടായിരിക്കും. ISR ചെയ്യുന്ന ജോബും ഇത് തന്നെയാണ്. എന്ത് ചെയ്യുക? ഓരോ ഡാറ്റ അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് മെമ്മറി ആക്സസിൻ്റെ കേസ് എടുക്കാം. ഡയറക്റ്റ് മെമ്മറി ആക്സസിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് അവർ processor and this is our IO device. This is our processor and this is our IO device. അപ്പോൾ ഇനി പ്രോസസ്സർ ഇപ്പോൾ എന്തെങ്കിലും ജോബ് ഇങ്ങനെ എക്സിക്യൂട്ട്, പിന്നെ നമുക്കിവിടെ ഒരു കേസും കൂടി പറയാനുള്ള മെമ്മറിയും കൂടി പറയാം. ദിസ് ഈസ് അവർ ഓക്കെ memory. And all these are connected by some means of some bus. Okay, we have some bus like this. Okay, some bus. Okay, and we have these devices. This processor is connected with this one, and memory is also connected with this bus. IO device is also connected with this bus. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. ഓക്കെ, this is our ബസ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് വേറെ കാര്യം കൂടി അറിയാം. ഈ IO ഡിവൈസിനെ അസോസിയേറ്റ് ചെയ്തിട്ടൊരു ഇൻ്റർഫേസ്, ഇതിപ്പോൾ ഒരു IOൻ്റെ ഇൻ്റർഫേസ് ആണെന്ന് വിചാരിക്കുക. ഇൻ്റർഫേസ് കറസ്പോണ്ടിങ് ടു ഇൻ്റർഫേസ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി IO ഡിവൈസിൽ നിന്നും പ്രോസസ്സർ വഴി മെമ്മറി, തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്?
ഈ IO ഡിവൈസിനകത്ത്, ഈ IO ഇൻ്റർഫേസിനകത്ത് ഒരു DMA കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു സെറ്റപ്പ്, ഒരു സർക്യൂട്ട്, ഒരു സ്പെഷ്യൽ സർക്യൂട്ട് വരികയെന്ന് വിചാരിക്കുക. DMA controller. There is a special circuit called DMA controller. DMA controller. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു DMA കൺട്രോളർ, ഈ ഡിവൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DMA കൺട്രോളർ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ഇൻഫോം ദി പ്രോസസ്സർ that this device has a block of data to be transferred with memory. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് എത്തും പ്രോസസ്സറിനകത്തോട്ട്. ദിസ് ഹാസ് സംതിങ് ടു ട്രാൻസ്ഫർ, DMA റിക്വസ്റ്റ്. അപ്പോൾ പ്രോസസ്സർ DMA റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സർ, ഇത് ശരിക്കും ഈ DMA കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രോസസ്സർ പോലെയാണ്. അപ്പോൾ നേരത്തെ ഈ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പ്രോസസ്സർ എന്തൊക്കെ ചെയ്തിരുന്നോ ആ ജോലിയൊക്കെ ആര് ചെയ്യും? DMA കൺട്രോളർ ചെയ്യാം. അപ്പോൾ പിന്നെ എന്ത് മാത്രം ചെയ്താൽ മതി? ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സർ അത് ഒരു ഗ്രാൻഡ് കൊടുക്കും, തിരിച്ചൊരു ഗ്രാൻഡ് സിഗ്നൽ കൊടുക്കും. നമ്മളതിന് ഇങ്ങനെ പറയാം, അത് തൽക്കാലം ഞാൻ പിന്നെ പറയാം. ഒരു ഗ്രാൻഡ് സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഗ്രാൻഡ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, പിന്നെ വേറെ കാര്യം കൂടി ചെയ്യണം. ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, അതായത് നമ്മൾ മെമ്മറി ട്രാൻസ്ഫർ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, മെമ്മറിക്കകത്ത് നിന്ന് എവിടം തൊട്ടാണ്, നമുക്കൊരു ഇൻപുട്ട് ഡിവൈസാണെന്ന് വിചാരിക്കാം. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് എവിടം തൊട്ടിട്ടാണ് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് IO ഡിവൈസിൽ നിന്ന്. പിന്നെ ഒരു വേർഡ് കൗണ്ട് ഉണ്ടായിരിക്കും. എത്ര, ഹൗ മെനി നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ദി IO ഡിവൈസ് ആൻഡ് മെമ്മറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പ്രോസസ്സർ ഇവിടെ ഇതിനകത്ത് ചെറിയ 2 രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്, DMA രജിസ്റ്റേഴ്സ്. ആ രജിസ്റ്ററിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സ്റ്റാർട്ട് എന്ന് കൊടുക്കും. അപ്പോൾ DMA കൺട്രോളർ എന്ത് ചെയ്യും? പിന്നെ പ്രോസസ്സർ ഇത് നോക്കേണ്ട ആവശ്യമില്ല. DMA കൺട്രോളർ എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി ഈ ബസ് വഴി എന്ത് ചെയ്യും? ഈ നമ്മൾ കോമൺ ബസ് വഴി DMA കൺട്രോളർ വിൽ start transfer of data between memory and IO device without the continuous involvement of the processor. മനസ്സിലായോ? അതാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. നേരത്തെ പറഞ്ഞ പോളിങ്ങിലാണെങ്കിൽ, ഇൻറ്ററപ്റ്റ് റിവൺ IO ഒക്കെ ആണെങ്കിൽ ഒരു ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ പ്രോസസ്സർ എന്ത് ചെയ്യും? IO ഡിവൈസിന് അത് റീഡ് ചെയ്യും, എന്നിട്ട് മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്യും. അടുത്ത ബൈറ്റ് IO ഡിവൈസിന് റീഡ് ചെയ്യും, മെമ്മറിക്കകത്തോട്ട് വെയിറ്റ് ചെയ്യും, അടുത്ത ബൈറ്റ് എടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. ഇവിടെ അതിന് പകരം എന്ത് ചെയ്യാണ്? പ്രോസസ്സർ ഇത്ര മാത്രം പറഞ്ഞു കൊടുക്കും DMA കൺട്രോളറിനകത്തോട്ട്, ഇന്ന മെമ്മറി ലൊക്കേഷൻ മുതൽ ഇത്ര ബൈറ്റ്സ് എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യണം. അത് DMA കൺട്രോളറിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് പ്രോസസ്സറിന് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. ഓക്കെ, പ്രോസസ്സർ ക്യാൻ ഡു സം അതർ ജോബ്. അത് OS ചെയ്യുന്നൊരു സംഭവമാണ്. OS എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾ ജോബ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഒക്കെ പഠിച്ചതല്ലേ, CPU ഷെഡ്യൂളിംഗ്. അപ്പോൾ ഈ CPU ഷെഡ്യൂളിങ്ങിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ, CPU ഒരു ജോബ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അത് ബ്ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സസ്പെൻഡ് ദാറ്റ് ജോബ്, അല്ലേ? അതൊരു വെയിറ്റ് സ്റ്റേറ്റിലോട്ട് പോകും, അടുത്ത ജോബിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും IO റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. IO റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ IO കൺട്രോളർ എന്ത് ചെയ്യും? ഇതുപോലെ DMA കൺട്രോളറൊക്കെ ഉണ്ടായിരിക്കും IO ഡിവൈസിനകത്ത്. അതെന്ത് ചെയ്യും? IO ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോഴേക്ക് പ്രോസസ്സർ വേറെ ജോബിലോട്ട് പോകും. ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെന്ത് ചെയ്യും? അടുത്ത ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഇതിനെ വീണ്ടും ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ DMA കൺട്രോളർ വിൽ ഡു ദി ജോബ്സ് ഓഫ് പ്രോസസ്സർ, ജോബ് ഡൺ ബൈ പ്രോസസ്സർ, അല്ലേ? നോർമലി പ്രോസസ്സർ ചെയ്തിരുന്ന ആ ജോലി ആരെ ഏറ്റെടുക്കും? DMA കൺട്രോളർ ഏറ്റെടുക്കും. എന്നിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DMA കൺട്രോളർ വിൽ സെൻഡ് ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്, ഒരു INTR റിക്വസ്റ്റ് കൊടുക്കും. അതായത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഡൺ എന്ന് പറഞ്ഞിട്ട്, ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രോസസ്സറിന് ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോസസ്സർ എന്ത് ചെയ്യും? ഈ IO ഡിവൈസിന് സർവീസ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ISR റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ ഓക്കെ ഇന്നെ ഇപ്പോൾ മെമ്മറിക്കകത്ത് ഡാറ്റ ഉണ്ട്, അത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രോസസ്സറിന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതാണ് DMAയുടെ കേസ് നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ സ്ലൈഡ് എടുത്ത് നോക്കാം, അതിനകത്ത് എന്തൊക്കെ പറയുന്നത് നോക്കാം. ഇതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് മെമ്മറി ആക്സസ് ട്രാൻസ്ഫർ ലാർജ് ബ്ലോക്സ് ഓഫ് ഡാറ്റ അറ്റ് ഹൈ സ്പീഡ് വിത്തൗട്ട് കണ്ടിന്യൂസ് ഇൻ്റർവെൻഷൻ ബൈ ദി പ്രോസസ്സർ. ഓക്കെ, എ സ്പെഷ്യൽ കൺട്രോൾ യൂണിറ്റ് മേ ബി പ്രൊവൈഡഡ് ബിറ്റ്വീൻ ആൻ എക്സ്റ്റേണൽ ഡിവൈസ് ആൻഡ് ദി മെയിൻ മെമ്മറി ആൻഡ് വിൽ കോൾ ദാറ്റ് ഡിവൈസ് ആസ് DMA controller. Then this is some typical diagram with DMA controller. So we'll have processor, memory, different IO devices. അപ്പം ഞാൻ പറഞ്ഞു IO ഡിവൈസിനകത്ത് IO ഇൻ്റർഫേസ് സർക്യൂട്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു IO ഡിവൈസിന് ഒരു IO ഇൻ്റർഫേസ് സർക്യൂട്ട് ഉണ്ട്. അതുമായി അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും, ഒരു DMA കൺട്രോളർ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഡിവൈസിനും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ സാധാ നമ്മളെന്താണ് കീബോർഡിനൊന്നും അങ്ങനെ ആവശ്യമില്ല DMA കൺട്രോളർ വേണമെന്നില്ല. കാരണം അതിനകത്ത് കുറച്ച് ഡാറ്റ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഡിസ്ക് അല്ലെങ്കിൽ എന്താണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതിൻ്റെ കേസിലൊക്കെ നമുക്ക് DMA കൺട്രോളർ കാർഡിനകത്ത്, അതിൻ്റെ ഇൻ്റർഫേസ് കാർഡിനകത്ത് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ബൾക്ക്, ഒരു ചങ്ക് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും, മെയിൻ മെമ്മറിയും ഡിസ്കുമായിട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ കേസിൽ നമുക്ക് DMA ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, DMA കൺട്രോളർ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി DMA കൺട്രോളർ എന്നുള്ളൊരു സ്പെഷ്യൽ സർക്യൂട്ട് IO ഇൻ്റർഫേസിനകത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് എ കൺട്രോൾ സർക്യൂട്ട് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് IO ഡിവൈസ് ഇൻ്റർഫേസ് പെർഫോംസ് ദി ഫങ്ഷൻസ് ദാറ്റ് വുഡ് നോർമലി ബി ക്യാരിഡ് ഔട്ട് ബൈ പ്രോസസർ when accessing the main memory. For each word transferred, it provides the memory address and all the bus signals that control the data transfer. Since it has to transfer blocks of data, the DMA controller must increment the memory address for successive words and keep track of the number of transfers. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി DMA കൺട്രോളറിനകത്ത് കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. സോറി, അതിനകത്തുള്ള ഒരു 3 ഇമ്പോർട്ടൻ്റ് രജിസ്റ്റേഴ്സാണ്. ഒന്ന് സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ, ദെൻ സ്റ്റാർട്ടിംഗ് അഡ്രസ്, വേർഡ് കൗണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും വേർഡ് കൗണ്ട് എന്താണെന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിനാണ്? അപ്പോൾ നമുക്ക് മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ട്രാൻസ്ഫറാണ് നടക്കുന്നത്. അപ്പോൾ മെമ്മറിക്കകത്ത് എവിടം തൊട്ടിട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടം തൊട്ടാണ് റീഡ് ചെയ്യേണ്ടത്, ആ അഡ്രസ്സ് പ്രോസസ്സറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, പ്രോസസ്സർ ഇതിലോട്ട് റൈറ്റ് ചെയ്യാണ് ചെയ്യുക. DMA ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിലോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2000H ആണെങ്കിൽ 2000H തൊട്ടിട്ട് എന്ത് ചെയ്യണം, മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറിക്കകത്ത് നിന്ന് റീഡ് ചെയ്യുക. ഇനി ഹൗ മെനി നമ്പർ ഓഫ് വേർഡ്സ്, അതാണ് വേർഡ് കൗണ്ടിനകത്ത്. ഇപ്പോൾ ഒരു 100 വേർഡ്സ് ആണെങ്കിൽ ആ 100 എന്നുള്ളത് ഇതിനകത്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഈ DMA സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആര് ചെയ്ത് കൊടുക്കണം, പ്രോസസ്സർ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സർ പോലെയല്ല ആക്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, പ്രോസസ്സറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോസസ്സർ, അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ DMA കൺട്രോളറിനെ പറയാൻ പറ്റും. അപ്പോൾ ഇനി വേറെ രജിസ്റ്റർ ഉള്ളതാണ് ഞാൻ പറഞ്ഞു, സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DMAൻ്റെ സ്റ്റാറ്റസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ DMAൻ്റെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുക ഇന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഇത് എന്താണ്, ഒരു ബിറ്റ് കോഡറാണ്. അപ്പോൾ ഈ ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് R⁻W⁻. ഇതൊരു ഡയറക്ഷനാണ്, ഡയറക്ഷൻ. ഇവിടെ റീഡ് ഓർ റൈറ്റ്, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാണോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാണോ എന്നുള്ളതാണ്. അപ്പോൾ 1 ആണെങ്കിൽ റീഡ് ഓപ്പറേഷനാണ്, 0 ആണെങ്കിൽ എന്താണ്, റൈറ്റ് ഓപ്പറേഷൻ. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും DMA വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ബിറ്റുകളുണ്ട്, നമ്മൾ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല, അതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ടായിരിക്കും. പിന്നുള്ളത് ഇവിടെ ഒരു 0th ബിറ്റ്, ഡൺ ബിറ്റ്. ഇത് നോർമലി 0 ആയിരിക്കും. പക്ഷേ ഈ ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ബിറ്റ് എന്താവും, 1 ആവും. അപ്പോൾ പ്രോസസ്സറിന് വേണമെന്നുണ്ടെങ്കിൽ ആ ബിറ്റ് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു ബിറ്റും കൂടിയുള്ള ഇൻറ്ററപ്റ്റ് എനേബിൾ എന്നുള്ളൊരു ബിറ്റുണ്ട്. ഈ ബിറ്റ് 1 ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഡൺ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ IRQ ബിറ്റ് 1 ആവും, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ബിറ്റ് എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, DMA will request an INTR to our processor. പ്രോസസ്സറിനകത്തോട്ട് എന്ത് ചെയ്യും, INTR എന്നുള്ളൊരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അതല്ല ഇത് 0 ആണെങ്കിൽ, 0 ആയിരുന്നു വിചാരിക്കുക, അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ
ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ഡൺ ബിറ്റ് 1 ഒക്കെ ആക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യില്ല. പ്രോസസ്സർ ദിസ് DMA കൺട്രോളർ വിൽ നോട്ട് സെൻഡ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. പകരം എന്ത് ചെയ്യേണ്ടി വരും, പ്രോസസ്സർ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഡിവൈസിന് ഇത് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇത് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് പ്രോസസ്സറിനകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇൻറ്ററപ്റ്റ് എനേബിൾ ബിറ്റ് 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ബിറ്റ്. അപ്പോൾ ഇത്രയാണ് DMAക്കകത്തുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. The operation of DMA controller must be under the control of a program executed by the processor. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസസ്സറിൻ്റെ കൺട്രോൾ തന്നെ ആയിരിക്കും. To initiate the transfer of block of words, the processor sends the starting address, the number of words in the block and the direction of transfer. അപ്പോൾ അതൊക്കെ ഈ രജിസ്റ്ററിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. പ്രോസസ്സറാണ് ചെയ്യേണ്ടത്. പ്രോസസ്സർ റൺ ചെയ്തുവന്ന ഒരു പ്രോഗ്രാം, ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓൺ റിസീവിങ് ദിസ് ഇൻഫർമേഷൻ, DMA controller proceeds to perform the requested operation. When the entire block has been transferred, the controller informs the processor by raising an interrupt signal. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. While a DMA transfer is taking place, the program that requested the transfer cannot continue and the processor can be used to execute another program. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, തൽക്കാലം ഈ ഏത് പ്രോഗ്രാമിൽ നിന്നാണോ ഒരു ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്തത് അപ്പോഴായിരിക്കുമല്ലോ DMA ഓപ്പറേഷൻ വന്നിട്ടുണ്ടാവുക. അതിനെ തൽക്കാലം എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് വിടും. എന്നിട്ട് എന്ത് ചെയ്യും, വേറൊരു ജോബിനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ DMA ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ്, ദി പ്രോസസർ ക്യാൻ റിട്ടേൺ ടു ദി പ്രോഗ്രാം ദാറ്റ് റിക്വസ്റ്റഡ് ദി ട്രാൻസ്ഫർ. അപ്പോൾ DMA ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രോസസർ അറിയുന്നത്, ഇൻറ്ററപ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, DMA കൺട്രോളർ വിൽ സെൻഡ് ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. അപ്പോൾ പ്രോസസർ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ISR ഉണ്ടായിരിക്കും. ISR വഴി ഈ പ്രോഗ്രാമിലോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇനി ഇവിടെ ഒരു വേറെ ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോസസ്സറുണ്ട്, ഇവിടെ ഒരു കോമൺ ബസ്സാണുള്ളത് അല്ലേ, സിസ്റ്റം ബസ് എന്നുള്ളത് ഒരു കോമൺ ബസ്സാണ്. ഈ കോമൺ ബസ്സിലോട്ടാണ് പ്രോസസ്സർ കണക്ട് ചെയ്തിട്ടുണ്ട്, മെയിൻ മെമ്മറി കണക്ട് ചെയ്തിട്ടുള്ളത്, ഡിഫറൻറ്റ് DMA കൺട്രോളേഴ്സും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബസ്സിനെ അറ്റ് എ ടൈമിൽ ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു മെയിൻ മെമ്മറിയും അല്ലെങ്കിൽ മെമ്മറി ആക്സസിന് വേണ്ടിയിട്ട്, മെമ്മറി ആക്സസിന് വേണ്ടി പ്രോസസ്സറിനോ ഏതെങ്കിലും DMA കൺട്രോളർക്കോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. A conflict may arise if both the processor and DMA controller or two DMA controllers try to use the bus at the same time to access the main memory. Okay. അപ്പം നേരത്തെ പറഞ്ഞു എന്താണ്, പ്രോസസ്സറും ഒരു DMA കൺട്രോളർ അല്ലെങ്കിൽ ഒന്നിലധികം DMA കൺട്രോളേഴ്സ് എന്ത് ചെയ്യാണ്, ഈ ബസ്സിനെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ there will be some conflict. To resolve these conflicts, an arbitration procedure is to be implemented on the bus to coordinate the activities of all devices requesting the memory transfer. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, there must be some arbitration mechanism, bus arbitration mechanism. നമ്മളതിന് ബസ് ആർബിട്രേഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ദി ഡിവൈസ് ദാറ്റ് അലൗഡ് ടു ഇനീഷ്യേറ്റ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ഓൺ ദി ബസ് അറ്റ് എനി ഗിവൺ ടൈം ഈസ് കോൾഡ് ദി ബസ് മാസ്റ്റർ. വെൻ ദി കറൻറ്റ് ബസ് മാസ്റ്റർ റീലിങ്ക്വിഷസ് control of the bus, another device can acquire the status. Bus arbitration is the process by which the next device to become the bus master is selected and bus mastership is transferred to it. Two approaches to bus arbitration, centralized and distributed. ഇങ്ങനെ രണ്ട് അപ്രോച്ച് ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് അപ്രോച്ചാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഡയറക്റ്റ് മെമ്മറി ആക്സസിനെ കുറിച്ചുള്ളൊരു ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫ് ഐഡിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഈ പേര് വരാൻ കാര്യം എന്താണ്, ദി IO device can access the memory or can exchange data with memory without the continuous intervention of the processor. സ്റ്റാർട്ടിങ്ങിൽ വേണം ഒരു DMA റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രോസസ്സർ കുറച്ച് കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, DMA കൺട്രോളറിനകത്ത് കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, DMA കൺട്രോളർ വിൽ സ്റ്റാർട്ട് ദി ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ memory and IO device. That is why the name direct memory access or DMA.